ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾ വണ്ടർലേ പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. ആക്ച്വലി ഞങ്ങൾ വണ്ടർലേ പോയിട്ട് ഓൾമോസ്റ്റ് 1 മന്ത് കഴിഞ്ഞു. ഇപ്പോഴാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. കാരണം ഞാൻ വീഡിയോ ഇടണോ വേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. ഒരു വീഡിയോ ഇടാൻ വേണ്ടി മാത്രമുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അതിനകത്ത് കൂടുതലും പാറുവും ലച്ചും ഓരോ റൈഡിൽ കയറുന്നതും അവർ എൻജോയ് ചെയ്യുന്നതും ഒക്കെയാണ്. പിന്നെ ഞാൻ ഓർത്തു വണ്ടർലേ എന്നൊക്കെ പറയുമ്പം എല്ലാവർക്കും ഉള്ളൊരു എൻ്റർടൈൻമെൻറ്റ് പ്ലേസ് ആണെങ്കിൽ പോലും ഇപ്പം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കുട്ടികൾക്കാണല്ലോ കൂടുതൽ താല്പര്യം. അപ്പോൾ അങ്ങനെ എൻ്റെ അറിവിൽ ഇനിയും കുട്ടികൾ പാലിരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ ഉള്ള ക്ലിപ്സൊക്കെ വെച്ചിട്ട് ഇടാമെന്ന് കരുതി അങ്ങനെ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ എനിക്ക് ഈ വീഡിയോയിൽ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതും പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിനകത്തല്ല ഒത്തിരി ലെങ്തി ആയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഡയലോഗ്സോ ഒന്നും ഉള്ള ഒരു വീഡിയോ അല്ല. ജസ്റ്റ് 1-2 കാര്യങ്ങൾ എനിക്ക് മെൻഷൻ ചെയ്യണം. പിന്നെ ഞങ്ങൾ പോയതെന്ന് പറഞ്ഞാൽ 12 മണി കഴിഞ്ഞ് അവിടെ എത്തിയപ്പം അന്ന് അധികം ചൂടൊന്നും ഇല്ലായിരുന്നു. അതായത് ഹ്യൂമിഡിറ്റി ഉണ്ട്, നമ്മൾ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര വെയിൽ എന്ന് പറയാനില്ല. അപ്പം അങ്ങനെ നോക്കിയിട്ടാണ് പോയത്. ചൂടുണ്ട്, എന്നാലും നമ്മൾ ചെന്ന ദിവസം അത്രയും പ്രശ്നമില്ലായിരുന്നു. പിന്നെ അതേ പാറു ലച്ചു ഭയങ്കര എക്സൈറ്റഡ് ആണ്. പാറു ഓൾറെഡി ഭയങ്കര എക്സൈറ്റഡ് ആണ്. പാറു എന്നേ വണ്ടർലേ പോകണം എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. പാറു ഇങ്ങനത്തെ തീം പാർക്കിലൊക്കെ നേരത്തെ പോയിട്ടുള്ളതുകൊണ്ട് അറിയാം. പക്ഷേ ലച്ചുവിന് അറിവായനൊക്കെയുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇങ്ങനൊരു തീം പാർക്കിൽ പോകുന്നത്. അതുകൊണ്ട് ലച്ചുവും നന്നായിട്ട് എൻജോയ് ചെയ്തു. പാറുവിന് ഓൾറെഡി സ്വിമ്മിങ് സൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലച്ചുവിനും ഞങ്ങൾ അവിടെ നിന്ന് ഒരെണ്ണം വാങ്ങിയായിരുന്നു. പിന്നെ അതേപോലെ നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അപ്പം ഫാസ്റ്റ് ട്രാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിനും ബ്രദറിനും പാറുവിനും എടുത്തു. പക്ഷേ പാറുവിന് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് ഞങ്ങൾക്ക് പിന്നീട് തോന്നി. കാരണം കുട്ടികളുടെ റൈഡിലൊന്നും തിരക്കില്ലായിരുന്നു. ജസ്റ്റ് ചെല്ലുക, കയറുക, അടുത്ത റൈഡിലേക്ക് പോകുക, അങ്ങനെയാണ്. അപ്പോൾ അതും കൂടെ നോക്കുക. നമ്മൾ വെക്കേഷനാണ്, തിരക്ക് കാണും എന്നൊക്കെ കരുതിയിട്ട് കുട്ടികൾക്കും ഫാസ്റ്റ് ട്രാക്ക് എടുക്കുമായിരിക്കും. പക്ഷേ നമുക്ക് ഒരുപാട് വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല വരും എന്നുള്ളത് കേട്ടോ. പിന്നെ ലച്ചുവിനെ മാക്സിമം റൈഡിലൊക്കെ കയറ്റി. ലച്ചുവിൻ്റെ ഹൈറ്റ് വെച്ചിട്ടുള്ള കയറാൻ പറ്റുന്ന റൈഡിലെല്ലാം അവർ കയറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സ്പീഡുള്ളതും കറങ്ങുന്നതുമായിട്ടുള്ള റൈഡിലൊന്നും കയറിയിട്ടില്ല. പിന്നെ എനിക്ക് പൊതുവേ റൈഡിലൊക്കെ കയറാൻ പേടിയാണ്. അതുകൊണ്ട് ഞാൻ കയറിയില്ല. എനിക്ക് ചെറുതായിട്ട് തലയിറക്കത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് റൈഡിലൊന്നും ഞാൻ അധികം നല്ല ഞാൻ ഒന്നിലും കയറിയില്ല. പിന്നെ പാറുവും ലച്ചും പിന്നെ എല്ലാവരും പൂളിലിറങ്ങി. ഞാനും അമ്മയൊന്നും ഇറങ്ങിയില്ല. ബാക്കി അവരെല്ലാം പൂളിലൊക്കെ ഇറങ്ങി നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരു ഫുൾ ഡേ നമ്മൾ എൻജോയ് ചെയ്തു. 6:30 നമ്മളിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ. ഓക്കെ, ഇതൊക്കെയാണ് ഇതിനകത്തുള്ള വിശേഷങ്ങൾ. കൂടുതലും പാറുവിൻ്റെ ലച്ചുവിൻ്റെ വീഡിയോ ആണ്. സോ നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ വെക്കേഷനാണ്, ഇനി 1 മാസത്തോളം വെക്കേഷനുണ്ട്. ഇനിയും ടൂർ പ്ലാൻ ചെയ്യുന്നവരുണ്ട്. അപ്പം പ്ലാൻ ചെയ്യുന്നവർ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ക്ലൈമറ്റ് ഇപ്പം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്നിപ്പോൾ ചൂടായിരിക്കും, നാളെ നമ്മൾ കരുതി മഴ പെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതൊന്നും നമുക്ക് പറയാവുന്ന കാര്യങ്ങളല്ല. എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുക. ചൂടാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കരുതണം, കുഞ്ഞുങ്ങളുമായിട്ട് പോകുമ്പോൾ എന്തൊക്കെ കരുതണം, അതൊക്കെ നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് വേണം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം ന്യൂസിലും ഒക്കെ പറയുന്ന കാര്യമാണ് 9 to 4 കുട്ടികളെ പുറത്തിറക്കരുത് എന്നുള്ളത്. അപ്പോൾ അത്ര ചൂടുള്ള ദിവസത്തേക്ക് നമ്മൾ ട്രിപ്പുകളൊന്നും പ്ലാൻ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അതേപോലുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചൂട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് ചൂടടിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, കുട്ടികൾക്കാണെങ്കിലും വലിയവരാണെങ്കിലും വെള്ളം ഇഷ്ടം പോലെ കുടിക്കുക. ഈ വെള്ളം കുടിക്കുന്ന കാര്യം പറയുമ്പോൾ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നമ്മൾ എല്ലാവരുടെയും ഒരു ഇതാണ്, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. നല്ല ചൂടത്ത് നിന്ന് കളിച്ചതിന് ശേഷം ഇപ്പം എന്തെങ്കിലും ഒരു റൈഡിൽ കയറിയിട്ടാണെങ്കിലും ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ തണുത്ത വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ തണുത്ത വെള്ളം വാങ്ങിക്കൊടുക്കുക, തണുത്ത ജ്യൂസ് കൊടുക്കുക. ഒരിക്കലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ചെയ്യരുത്. നമ്മൾ നല്ല ചൂടിൽ നിന്നിട്ട് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് തണുപ്പ് നമ്മൾ അങ്ങനെ കൊടുക്കരുത്. പകരം നമ്മൾ സാധാരണ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ അധികം തണുപ്പില്ലാത്ത വെള്ളം കുടിക്കുകയൊക്കെ ചെയ്ത് നമ്മുടെ ബോഡി ഒന്ന് സെറ്റ് ആക്കിയതിന് ശേഷം പിന്നെ നമുക്ക് തണുപ്പ് കഴിക്കാം. തണുപ്പ് കഴിക്കരുതെന്നല്ല പറഞ്ഞത്, നല്ല ചൂടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് എളുപ്പം തണുപ്പെടുത്ത് കഴിക്കരുത്. അത് നമുക്ക് ഒട്ടും ഹെൽത്തി അല്ല. ഞാൻ പലയിടത്തും പറഞ്ഞും വായിച്ചുമൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതേപോലെയുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ട മെഡിസിൻസ് ആണെങ്കിലും, ഇപ്പോൾ വെയിലിൻ്റെ നോക്കുവാണെങ്കിൽ തൊപ്പി അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ കരുതുക. നേരത്തെ നമ്മൾ തണുപ്പുള്ള സ്ഥലത്ത് പോകുമ്പോഴാണ് സ്വെറ്റർ എടുത്ത് വെച്ചോ എന്നൊക്കെ ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഇപ്പം നേരെ തിരിച്ചാണ്, ഭയങ്കര ചൂടാണ്, നമുക്ക് നിൽക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള പ്രീക്കോഷൻസ് എടുത്തിട്ട് വേണം നമ്മൾ പോകാൻ. വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളമാണെങ്കിലും തൊപ്പി, കൊട, അതേപോലെ ഡ്രസ്സാണെങ്കിലും ഇപ്പോൾ ഇങ്ങനെയുള്ളിടത്ത് പോകുന്നതുകൊണ്ടാണ് ഈ നൈലൺ ഡ്രസ്സല്ലേ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ മാക്സിമം കോട്ടൺ ഡ്രസ്സൊക്കെ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ വീഡിയോ കാണുക, എൻജോയ് ചെയ്യുക.
2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയി. ലഞ്ച് എനിക്കൊന്ന് 2:30 വരെ കണ്ടേ ഉള്ളൂ. ലഞ്ചും സ്നാക്സും ഒക്കെ നമുക്ക് ബുക്ക് ചെയ്യുന്ന സമയത്ത് അതും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ആദ്യം പാറുവിനെ ലച്ചുവിനെ ഫാമിലി പൂളിലാണ് ഇറക്കിയത്. അവരെ അവിടെ ഇറക്കിയിട്ട് ഹസ്ബൻഡും ബ്രദറും വേറെ റൈഡൊക്കെ പോയിരുന്നു. പിന്നെ വൈകിട്ട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും അടുത്ത പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അവർ റൈഡിലെല്ലാം കയറിയിട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ സ്നാക്സൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ടിരുന്നു. പിന്നെ വീണ്ടും പൂളിലേക്ക് ഇറങ്ങി. സോ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. അങ്ങനെ നമ്മൾ വണ്ടർലയിൽ നിന്ന് ഇറങ്ങുവാണ്. ഇപ്പോൾ ടൈം 6:30 ആയിട്ടുണ്ട്. റൈഡുകളെല്ലാം ക്ലോസ് ചെയ്തു. നമ്മൾ തിരിച്ച് പാർക്കിങ്ങിലേക്ക് പോവാണ്. അപ്പം മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.